മഞ്ഞുമൽ ബോയ്സിന് പിന്നാലെ RDX സിനിമയ്ക്കെതിരെയും സാമ്പത്തിക തട്ടിപ്പ് പരാതി. വാഗ്ദാനം ചെയ്ത ലാഭവിഹിതം നൽകിയില്ലെന്നാരോപിച്ച് തൃപ്പൂണിത്തുറ സ്വദേശി പരാതി നൽകി. നിർമ്മാതാക്കൾക്കെതിരെയാണ് പരാതി. വിവരങ്ങളുമായി അശ്വതി ചേരുന്നു. അശ്വതി, മഞ്ഞുമൽ ബോയ്സും RDXും കേരളത്തിന് പുറത്തുള്ള അയൽ സംസ്ഥാനങ്ങളിലടക്കം വലിയ രീതിയിൽ വിജയമായിരുന്നു. ഇപ്പോൾ ഈ RDX സിനിമയ്ക്കെതിരെയും സാമ്പത്തിക തട്ടിപ്പ് പരാതി ഉയർന്നിരിക്കുന്നു. വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? വൃന്ദ, സാമ്പത്തിക തട്ടിപ്പ് പരാതിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. വാഗ്ദാനം ചെയ്ത ലാഭവിഹിതം നൽകിയില്ലെന്ന് ആരോപിച്ച് തൃപ്പൂണിത്തുറ സ്വദേശി അഞ്ജന എബ്രഹാമാണ് പരാതി നൽകിയിരിക്കുന്നത്. നിർമ്മാതാക്കളായ സോഫിയ പോൾ, ജെയിംസ് പോൾ എന്നിവർക്കെതിരെയാണ് പരാതി. സിനിമയ്ക്കായി 6 കോടി രൂപ നൽകിയതും 30% ലാഭവിഹിതമായിരുന്നു വാഗ്ദാനം എന്നുമായിരുന്നു പരാതി പറയുന്നത്. തൃപ്പൂണിത്തുറ ഹിറ്റ് പാലസ് പോലീസിലാണ് പരാതി നൽകിയിരിക്കുന്നത്. സിനിമാ നിർമ്മാണത്തിന് മുൻപായി നിർമ്മാതാക്കൾ തന്നെ വന്ന് കണ്ടതായും 13 കോടി രൂപയാണ് സിനിമയുടെ ബജറ്റ് എന്ന് പറയുകയും ചെയ്തു. ഈ സിനിമയുടെ നിർമ്മാണത്തിനായി 6 കോടി നൽകാൻ ആവശ്യപ്പെടുകയും ബാക്കി 7 കോടി ഈ സോഫിയ പോൾ, അതായത് പരാതിക്കാർ എടുക്കുമെന്നും പറയുകയും ചെയ്തു. 70-30 അനുപാതത്തിൽ, അതായത് 70:30 അനുപാതത്തിലായിരുന്നു ലാഭവിഹിതം എന്ന് അറിയിക്കുകയും ചെയ്തു. ഈ ചിത്രത്തിന്റെ നിർമ്മാണം പൂർത്തിയായതിനു പിന്നാലെ ചെലവ് 23 അധികമാണെന്നും നിർമ്മാതാക്കൾ അറിയിച്ചു എന്നും അഞ്ജന പരാതി വ്യക്തമാക്കുന്നു. ഇൻവെസ്റ്റ്മെന്റ് തുകയായ 6 കോടി പലതവണ ആവശ്യപ്പെട്ടപ്പോഴാണ് തിരിച്ചു നൽകിയത്. മാത്രമല്ല, നിരന്തരമായി ലാഭവിഹിതം ആവശ്യപ്പെട്ടപ്പോൾ 3 കോടി തരാമെന്ന് പറയുകയും ചെയ്തു. ഇതിന് പിന്നാലെ സിനിമയുടെ ചെലവ് വരവ് ഓഡിറ്റ് റിപ്പോർട്ട് ആവശ്യപ്പെട്ടെങ്കിലും അതും നൽകിയിരുന്നില്ല. അതിന് കാരണമായി അഞ്ജന തേർഡ് പാർട്ടി ആണെന്നും അത്തരമൊരാൾക്ക് സാമ്പത്തിക കണക്ക് നൽകേണ്ടതില്ലെന്നുമാണ് നിർമ്മാതാക്കൾ പറഞ്ഞത്. ഇതിനെ തുടർന്നാണ് ഈ അഞ്ജന ഇപ്പോൾ പരാതിയുമായിട്ട് മുന്നോട്ട് വന്നിരിക്കുന്നത്. ശരി.